ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മുടെ ഡ്രീം ട്രിപ്പ്, അതായത് മണാലി ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഡേ ആയിട്ട് നമ്മളിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ കുറച്ച് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും പിന്നെ മണിക്കരൺ കസോളിലേക്കുള്ള യാത്രയുമാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു ഫോട്ടോ എടുക്കാനായിട്ട് വന്ന് ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് രസിക്കുന്നതിൻ്റെ ഇടയിൽ മോൻ വന്ന് കൂടെ നിന്ന് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും ഈ പറഞ്ഞ പോലെ എവിടെ നമ്മളൊന്ന് നിന്നാലും അവിടെ ഒരു സീനിക് വ്യൂ ആണ്, നമുക്കൊരു ഫോട്ടോ എടുക്കാൻ തോന്നും എന്നുള്ളതാണ്. അങ്ങനെ പാരാഗ്ലൈഡിങ്ങിനൊക്കെ നമ്മൾ പൈസയൊക്കെ അടച്ച് ഞാനും ചേച്ചിയും കൂടിയാണ് കേട്ടോ പോണേ. ചേട്ടായിയും ഹസ്ബൻഡും മക്കളും എല്ലാം താഴെ വെയിറ്റ് ചെയ്യുവാണ്. ഞങ്ങൾ പാരാഗ്ലൈഡിങ്ങിന് വേണ്ടി ഈ ചേട്ടന്മാരുടെ കൂടെ ഈ ജീപ്പിലൊക്കെ കയറി ഇതാ പോവുകയാണ്. സത്യം പറഞ്ഞാൽ പാരാഗ്ലൈഡിങ്ങിനെക്കാട്ടിലും സാഹസികതയായിരുന്നു ഈ ഒരു പോക്ക് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ജീപ്പ് കഷ്ടി പോകുന്നൊരു വഴിയാണ്. അപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും വണ്ടി ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഈ ചേട്ടന്മാർ റിവേഴ്സൊക്കെ ഇട്ട് നമുക്കൊരു എന്താ പറയുക, നമ്മൾ ഈ ഭ്രമരം സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു ട്വിസ്റ്റ് തരും. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു ജീപ്പ് റൈഡ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിത് പാരാഗ്ലൈഡിങ്ങിന് പോകാനായിട്ട് ഹെൽമെറ്റൊക്കെ വെച്ച് പിന്നെ അവരൊരു ക്യാമറ നമുക്ക് തരും ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി. ആൻഡ് ഗൈസ്, ഹിയർ വി ഗോ. അയ്യോ, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ജീവിതത്തിൽ ഏറ്റവും എന്താ പറയുക റിസ്ക് എടുത്തിട്ടുള്ള ഒരു മെമ്മറി ആയിരുന്നു. പക്ഷേ അത് അത്രയും ഇറ്റ് വാസ് വർത്ത് വെയിറ്റിംഗ് ഫോർ. അത്രയും ബ്യൂട്ടിഫുള്ളായിരുന്നു. എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു, ഞാനിത് ചെയ്യുമെന്നോ അല്ലെങ്കിൽ അത്ര ചെയ്യാൻ ഒരു നല്ല പേടിയുണ്ടായിരുന്നു. എന്നിട്ട് പോലും ചെയ്തല്ലോ എന്നോർത്ത് എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനമൊക്കെ തോന്നി കേട്ടോ. കാരണം അത്രയും ബ്യൂട്ടിഫുള്ളായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളൊരു വൺ ടൈമെങ്കിലും നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട ഒരു പരിപാടി തന്നെയാണ്. അത്രയും ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ അതിൻ്റെ വീഡിയോ ഒക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് താഴെ ഇറങ്ങി. എന്നിട്ട് നമ്മൾ മണിക്കരൺ കസോളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ മണിക്കരൺ ആൻഡ് കസോൾ എന്ന് പറയുന്നത് മണാലിയിൽ നിന്ന് നമുക്കൊരു 79 കിലോമീറ്ററാണ് മണിക്കരണിലേക്കുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിത് മണിക്കരണിലെത്തി. അപ്പോൾ മണിക്കരണിലെ ഏറ്റവും ഫേമസ് സംഭവം എന്ന് പറയുന്നത് ഇവിടുത്തെ ഗുരുദ്വാര സാഹിബും അതിൻ്റെ കൂടെയുള്ള ശിവ ടെമ്പിളുമാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹോട്ട് സ്പ്രിങ്സ് ആണ്. ഇവിടുത്തെ പാർവതി വാലി എന്നാണ് ഈ ഒരു ഏരിയയ്ക്ക് പറയുന്നത്. അപ്പോൾ ഈ റിവറിൻ്റെ പേര് പാർവതി റിവർ എന്നാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഈ മണിക്കരൺ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ വസിഷ്ഠ ഹോട്ട് സ്പ്രിങ്സ് പോലെ ഇവിടുത്തെ ഹോട്ട് സ്പ്രിങ്സ് ആണ് ഈ മണിക്കരൺ എന്ന് പറയുന്നത്. അപ്പം ഈ ഗുരുദ്വാര സാഹിബിൻ്റെ തൊട്ട് താഴെ, അതായത് ഈ ഒരു തൊട്ട് ഇതിൽ തന്നെയാണ് നമുക്ക് ഈ ഹോട്ട് സ്പ്രിങ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പം അന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ ചെന്നപ്പോൾ. അപ്പോൾ അവിടെ 24 hours ഗുരുദ്വാരയിൽ കൊടുക്കുന്ന അന്നദാനമാണ്. ഇതിൻ്റെ ആക്ച്വൽ പേരെന്ന് പറയുന്നത് ലങ്കാർ എന്നാണ് നമ്മൾ എഴുതുന്നതെങ്കിലും ലങ്ക എന്നാണ് അത് ഉച്ചരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ലങ്ക എന്ന് പറഞ്ഞാൽ അന്നദാനം, ഗുരുദ്വാര സാഹിബിൽ കൊടുക്കുന്ന അന്നദാനമാണ്. അപ്പോൾ ഇവിടെ നമുക്കുള്ളത് ദാല്, വൻപയർ, ചപ്പാത്തി, ചോറ് കേട്ടോ. അപ്പം 24 മണിക്കൂർ ഇവിടെ ഉണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ അതിൻ്റെ താഴെയുള്ള ഹോട്ട് കേവ്സിൽ വന്നു. അപ്പോൾ ഈ ഹോട്ട് കേവ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സോന സെറ്റപ്പ്, കുറച്ച് ചൂട് കിട്ടുന്ന ഒരു ഏരിയ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അത് കഴിഞ്ഞ് നമ്മളിത് താഴെ വന്ന് ജസ്റ്റ് വെള്ളം പിന്നെ ആ ഹോട്ട് സ്പ്രിങ്സ് ഒരു ചൂട് വെള്ളം വരുന്ന ഏരിയ കണ്ടു. അത് കഴിഞ്ഞ് നമ്മളിത് താഴേക്ക് ഇറങ്ങി മണികരണിയിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. എന്നിട്ട് നമ്മളിതാ എത്തിയത് കസോൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആക്ച്വലി ഈ കസോളിൽ നിന്നാണ് നമ്മൾ മണികരണിലേക്ക് പോയത്. പക്ഷേ തിരിച്ച് വന്നപ്പോഴാണ് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തതെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നാച്ചുറൽ പാർക്കായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം കുറച്ച് നേരം ഇരിക്കാം, സമയം ചിലവഴിക്കാം. വളരെ കാം, നമ്മൾ പറയില്ലേ മലയൊക്കെ കണ്ട് ആ ഒരു വിഷ്വൽ ട്രീറ്റൊക്കെ കണ്ട് നമുക്കിങ്ങനെ ഒരു 10-15 മിനിറ്റ് ഇരിക്കാനുള്ളൊരു സ്ഥലം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ആ പാർക്കിൽ കയറിയതെങ്കിൽ പോലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർക്കായിരുന്നു, വളരെ സീനിക് ആയിട്ടുള്ളൊരു പാർക്കായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഒരു ഇഞ്ചി ചായയും ഒരു ചിക്കൻ നൂഡിൽസും ഒക്കെ കഴിച്ചിട്ട് നമ്മുടെ സെക്കൻഡ് ഡേ ഫിനിഷ് ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി സ്നേഹം കേട്ടോ.